ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് 2022-23 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ലൈറ്റ് എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫിനോമിന ഒബ്സർവ്ഡ് ഇൻ ദ എബവ് ഡയഗ്രാം. എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ ഡയഗ്രാം വിച്ച് ഓഫ് ദ ടു ലൈറ്റ്സ് മെൻഷൻഡ് എബവ് വിൽ ഹാവ് ദ ഹയർ വേവ് ലെങ്ത്. അപ്പോൾ പ്രിസത്തിൽ കൂടെ സണ്ണിന്റെ റേഡിയേഷൻ കടന്നു വരുന്നു, അത് സ്പ്ലിറ്റ് ആയിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഇവിടെ റെഡും ഓറഞ്ചും കാണിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും അല്ലെ, യെല്ലോ ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, അതിന്റെ ഇടയിലുള്ള വേവ് ലെങ്ത് എല്ലാം അവിടെ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഏത് ഫിനോമിനാണ്? ഓഫ് കോഴ്സ് ഡിസ്പേർഷൻ ആണ്. അപ്പൊ അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പേർഷൻ എന്താണ്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ലൈറ്റ് സെപ്പറേറ്റ്സ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്. ദിസ് ഹാപ്പൻസ് when light passes through a medium such as a prism or raindrops and the different colors travel at different speeds. നമ്മുടെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ, റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും പ്രിസത്തിൽ കൂടെ, വയലറ്റ് ലൈറ്റ് അത്രയും ഇല്ല. ഇവിടെ വയലറ്റും റെഡും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദി ടു ലൈറ്റ്സ് മെൻഷൻഡ് എബവ് വിൽ ഹാവ് ദ ഹയർ വേവ് ലെങ്ത്. അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതിൽ ഹയർ വേവ് ലെങ്ത് ഏതാണ്? ഓഫ് കോഴ്സ് യെല്ലോ ലൈറ്റ് തന്നെയാണ് ഹയർ വേവ് ലെങ്ത് ഉള്ളത്. ബ്ലൂ ലൈറ്റിന് വേവ് ലെങ്ത് കുറയും, അതുകൊണ്ടാണ് അതിന് കുറച്ചും കൂടെ ബെൻഡ് ചെയ്യാൻ, ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നത് പ്രിസത്തിൽ കൂടെ, മറ്റേതിന് അത്രയും പറ്റില്ല. ഓക്കെ, how will you use two identical prisms so that a narrow beam of white light incident on one prism emerges out of the second prism as white light? Draw the diagram. അപ്പോൾ ഒരു പ്രിസം വെച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് ഡിസ്പേർഷൻ ആണ് കിട്ടുക. വൈറ്റ് ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു. അതിനെ വീണ്ടും വൈറ്റ് ലൈറ്റ് ആക്കാൻ എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദാ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് രണ്ടാമത്തെ പ്രിസം വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വയലറ്റ് റെഡ് ലൈറ്റ് ഡിസ്പേർഷൻ സംഭവിച്ച ലൈറ്റുകൾ വീണ്ടും അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള പ്രിസത്തിലൂടെ പോകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വൈറ്റ് ലൈറ്റ് വരുന്നു, വൈറ്റ് ലൈറ്റിന് ഡിസ്പേർഷൻ ഉറപ്പായിട്ട് സംഭവിക്കുന്നു, റെഡ് വയലറ്റ് ആയിട്ട് മാറുന്നു, വീണ്ടും വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ സ്ക്രീനിൽ കിട്ടുന്നു. ഓക്കെ, Rohit wants to have an erect image of an object using a converging mirror of focal length 40 cm. Specify the range of distance where the object can be placed in front of the mirror. Justify. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. ഇത് ഏത് മിറർ ആണ്? കൺവേർജിങ് മിറർ ആണ്. ഓക്കെ, കൺവേർജിങ് മിറർ ആണ്. അപ്പോൾ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, the object should be placed in the range of 0 cm to 40 cm from the mirror. Converging mirror produce virtual erect and magnified image when the object is placed between focus and pole. അപ്പോൾ ഫോക്കസ് 40 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഇടയിൽ വെച്ചാൽ മാത്രമേ വിർച്വൽ ആൻഡ് ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തന്നെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ഡ്രോ എ റേ ഡയഗ്രാം ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ ഇൻ ദിസ് കേസ്. ഇതാണ് ആ കേസ്. കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്, കൺവേർജിങ് മിറർ കോൺകേവ് മിറർ ആണ്. അതിന്റെ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് മിററിന്റെ ബാക്കിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് വൺ യൂസ് ഓഫ് ദി മിറർ ബേസ്ഡ് ഓൺ ദി എബവ് കൈൻഡ് ഓഫ് ഇമേജ് ഫോർമേഷൻ. ഇങ്ങനെ ഇമേജ് ഫോം ചെയ്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? ആസ് ഷേവിംഗ് മിറർ നമുക്ക് യൂസ് ചെയ്യാം, കുറച്ച് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ടു ഗെറ്റ് എൻലാർജ്ഡ് ഇമേജ് ഓഫ് ടീത്ത്. ഓഫ് കോഴ്സ് അവർക്ക് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ വലിയൊരു ഇമേജ് ഫോം ചെയ്യണം, അതിന് വേണ്ടിയിട്ടൊക്കെ ഈ മിറർ യൂസ് ചെയ്യുന്നതാണ്. A lens of focal length 5 cm is being used by Devasri in the laboratory as a magnifying glass. Her least distance of distinct vision is 25 cm. മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഉറപ്പായിട്ടും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും അല്ലെ, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹർ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ ഈസ് 25 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 25 സെന്റിമീറ്റർ. ഓക്കെ, അത് മാഗ്നിഫൈ ചെയ്ത് വരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ ഫോം ചെയ്യുന്നതായിരിക്കും അല്ലെ, അതുകൊണ്ട് അതിന് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 25 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഒബ്ജക്റ്റും ഇമേജും സെയിം സൈഡിൽ തന്നെ ഫോം ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് +5 സെന്റിമീറ്റർ ഒന്നും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഒബ്റ്റൈൻഡ് ബൈ ദ ഗ്ലാസ്. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താണ്? V ഡിവൈഡഡ് ബൈ U ആണ് അല്ലെ. ഇത് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ V/U ആണ്. അപ്പൊ നമുക്ക് U കൂടി കണ്ടുപിടിക്കണം. ലെൻസ് ഫോർമുല 1/f = 1/v - 1/u ആണ്.
So 1 by u equals 1 by v minus 1 by f. 1 by v എന്താണ്? 1 by u equals 1 by v എന്ന് പറയുന്നത് 1 by negative 25 minus 1 by 5. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? minus 25 5 minus 25 divided by minus 25 times 5. Okay, 30 divided by minus 25 times 5, 6 1. 6 by minus 25 1 by u. So u will be negative 25 divided by 6 centimeter. ഇതാണ് u കിട്ടിയത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ത് വരും? p negative 25 divided by u negative 25 by 6. So that will be 1 by 6, 6. So what is the magnification obtained by using the glass? 6. Objectന്റെ 6 times larger ആയിട്ട് ആ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. She keeps a book at a distance of 10 centimeter from her eyes and tries to read. She is unable to read. What is the reason for this? ഇതിന്റെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിന്റെയും ഇതിന്റെയും ആൻസർ സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ്. രവി kept a book at a distance of 10 centimeter from the eyes of his friend Hari. Hari is not able to read anything written in the book. Give reasons for this. 25 centimeter ആണ് അപ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ അല്ലേ? അത് 25 സെന്റിമീറ്റർ മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം നോർമലായിട്ട് കാഴ്ചശക്തിയുള്ള ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിലും കുറച്ച് വരുമ്പോൾ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അതാണ് എൻ്റെ റീസൺ. The least distance of distinct vision is the shortest distance at which an object can be seen clearly without straining the eyes. It's also known as the near point of the eye. For a normal human eye, the least distance of distinct vision is about 25 centimeter. 10 എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസറും സെയിം തന്നെയാണ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The above images are that of a specialized slide projector. Slides are small transparencies mounted in sturdy frames ideally suited to magnification and projection since they have a very high resolution and a high image quality. There is a tray where the slides are to be put into a particular orientation so that the viewers can see the enlarged erect image of the transparent slides. This means that the slides will have to be inserted upside down in the projector tray. To show her students the images of insects that she investigated in the lab, Mrs. Iyer brought a slide projector. Her slide projector produced a 500 times enlarged and inverted image of a slide on a screen 10 meter away. നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ക്ലൂ ഒക്കെ എടുത്തേക്കണം കേട്ടോ. ഇത് കണ്ടോ, സ്ക്രീനിൽ 10 മീറ്റർ അവേ, സ്ക്രീനിൽ നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് റിയൽ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 500 ടൈംസ് എൻലാർജ്ഡ് ആണ്, വളരെ വലിയൊരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ. ബേസ്ഡ് ഓൺ ദ ടെക്സ്റ്റ് ആൻഡ് ഡേറ്റ ഗിവൻ ഇൻ ദ എബോവ് പാരഗ്രാഫ്, വാട്ട് കൈൻഡ് ഓഫ് എ ലെൻസ് മസ്റ്റ് ദ സ്ലൈഡ് പ്രൊജക്ടർ ഹാവ്? ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് ലെൻസ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? Lens forms image on the screen. As it is real image, the lens must be convex lens. Okay. Next question. If V is the symbol used for image distance and U for the object distance, then with one reason state what will be the sign for V by U in the given case. The convex lens ആണ്. ലെൻസിന് V by U എങ്ങനെയായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. Image is real and inverted, so magnification will be negative. അത് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇമേജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറ്റും. നെഗറ്റീവ് ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അത് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് പറയാം. ഓഫ് കോഴ്സ് ഇൻവേർട്ടഡ് ആകുമ്പോൾ അത് റിയൽ ഇമേജും ആയിരിക്കും. എ സ്ലൈഡ് പ്രൊജക്ടർ ഹാസ് എ കോൺവെക്സ് ലെൻസ് വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 centimeter. The slide is placed upside down 21 centimeter from the lens. How far away should the screen be placed from the slide projector's lens so that the slide is in focus? സോ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതാം. ഫോക്കൽ ലെങ്ത് 20 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. സ്ലൈഡ് ഈസ് പ്ലേസ്ഡ് അപ്സൈഡ് ഡൗൺ 21 centimeter ഫ്രം ദ ലെൻസ്. സോ യു ആണ് 21 centimeter. ഹൗ ഫാർ അവേ ഷുഡ് ദ സ്ക്രീൻ ബി പ്ലേസ്ഡ്? സോ ഇമേജ് കിട്ടുന്നത് റിയൽ ഇമേജ് ആയതുകൊണ്ട് ബി പോസിറ്റീവ് തന്നെയായിരിക്കും. സ്ലൈഡിൽ, അതായത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെ വെച്ചാലാണ് ഇമേജ് ക്ലിയർ ആയി കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെൻസ് ഫോർമുല എഴുതാം.
1 by f is equal to 1 by v minus 1 by u. So 1 by v equals 1 by f plus 1 by u. 1 by 20 plus 1 by negative 21. Negative 21 plus 20 divided by 20 times negative 21. Negative 1 divided by 1 by 420. V should be 420 centimeter. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ സ്ക്രീൻ വെക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. When a slide is placed 15 centimeter behind the lens in the projector, an image is formed 3 meter in front of the lens. If the focal length of the lens is 14 centimeter, draw a ray diagram to show image formation, not to scale. 3 meter ഒന്നും എന്തായാലും നമുക്ക് പേപ്പറിൽ വരച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് സ്കെയിൽ ആവണമെന്നില്ല, ഏകദേശം ഒരു ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഫിഗർ. അതായത് നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന്, ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഫോക്കൽ ലെങ്ത് 14 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലൈഡ് 15 സെന്റിമീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. ഇത് 1 സെന്റിമീറ്റർ ആയിട്ട് ഏകദേശമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 15 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ 2Fൻ്റെ അപ്പുറത്ത് വേണം വരയ്ക്കാനായിട്ട് ഇമേജ്. അത് റിയൽ ഇമേജ് ആണ്, അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.